സാർ ഈ അമേരിക്കയുടെ നിലപാടുകൾ നമുക്ക് എല്ലാ കാലത്തും ആശങ്ക ജനിപ്പിക്കുന്നതാണ്. അവർക്കൊരു നിലപാടെന്ന് പറയുന്നത് വ്യക്തമായൊരു നിലപാട് ഇന്നേ വരെ ഒരു ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയുമായിട്ടും പാകിസ്ഥാനുമായിട്ടും ഇടയിൽ സംബന്ധിച്ച്. ഇപ്പോഴിതാ പാകിസ്ഥാന്റെ മിലിറ്ററി ചീഫ് അതായത് സ്വയം പ്രഖ്യാപിത ഫീൽഡ് മാർഷൽ എന്ന് പറയുന്ന അസീം മുനീറിനെ യുഎസ് സൈന്യത്തിന്റെ 250-ാം വാർഷിക ആഘോഷ ദിനത്തിൽ ക്ഷണിച്ചിരിക്കുകയാണ്. മാത്രമല്ല അന്ന് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജന്മദിനവും വരുന്നത്. വിപുലമായിട്ട് ആഘോഷിക്കാനാണ് അമേരിക്ക പദ്ധതിയിടുന്നത്. അതിലേക്കും ക്ഷണമുണ്ടെന്നാണ് അറിയുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം തന്നെ ഇതിനകത്ത് പാകിസ്ഥാനെ പുകഴ്ത്തി യുഎസ് സെൻട്രൽ കമാൻഡ് ജനറലായ മൈക്കൽ കുർലയും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം എത്തിക്കുന്നത് പാകിസ്ഥാനെ അംഗീകരിക്കുന്നു. അതായത് അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന കാര്യം കുറില പറഞ്ഞ മറ്റൊരു കാര്യം ഭീകരതയ്ക്കെതിരെ പാകിസ്ഥാൻ ശക്തമായി നിലകൊള്ളുന്ന ഒരു രാജ്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. അമേരിക്ക എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അറിയില്ല. കാരണം ഇതിന്റെയൊക്കെ ഇരയായിട്ടുള്ളവർ കൂടിയാണ് അമേരിക്കയും. അപ്പോൾ എന്തിനാണ് പാകിസ്ഥാൻ ഇതിനകത്ത് ഇത്രയും ഇപ്പം ക്ഷണിച്ച് അവർക്ക് പ്രത്യേക സ്ഥാനം കൊടുക്കുന്നത്? ഇതിലൂടെ ഇന്ത്യയോടുള്ള ഒരു അമർഷം കൂടെയാണോ കാണിക്കുന്ന ഒരു സംശയമുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയോട് അടങ്ങാനാവാത്ത പക ഇപ്പോൾ ട്രംപിനുണ്ട്, അമേരിക്കയ്ക്കുമുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ട്രംപ് ഉദ്ദേശിച്ചത് ഇന്ത്യ പാകിസ്ഥാൻ വാർ അദ്ദേഹമാണ് അവസാനിപ്പിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ സംഘർഷം അദ്ദേഹമാണ് അവസാനിപ്പിച്ചത് എന്നുള്ളത് ലോക ജനതയ്ക്ക് മുമ്പേ അദ്ദേഹത്തിന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്ന ഒരു സുവർണാവസരം എന്നുള്ളതാണ്. അപ്പോൾ അത് പാകിസ്ഥാൻ അംഗീകരിക്കുമായിരുന്നു, പക്ഷേ ഇന്ത്യ അംഗീകരിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ആരുടെയും മീഡിയേറ്ററായിട്ട് നിന്നല്ല ഇത് അവസാനിപ്പിച്ചത്. പാകിസ്ഥാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടാണ്. അപ്പോൾ ട്രംപ് ഭരണകൂടം ഇന്ത്യ ഭരണകൂടവുമായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സന്ധിക്ക് പോലും ശ്രമിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് വേണ്ട, നിങ്ങൾ ഇടപെടണ്ട. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ്റെ ആർമി ചീഫും ഒക്കെ നമ്മളോട് സംസാരിക്കട്ടെ, അതല്ലാതെ നിങ്ങൾ ഇതിനോട് സംസാരിക്കേണ്ട, മിലിറ്ററി ചീഫ് സംസാരിക്കട്ടെ, അങ്ങനെ നമ്മൾ തമ്മിലാവണം ഈ ചർച്ച എന്നുള്ളതാണ്. പക്ഷേ ഇത് അമേരിക്കയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അമേരിക്ക 2-3 പ്രാവശ്യം, പ്രത്യേകിച്ച് ട്രംപ് 2-3 പ്രാവശ്യം ഇത് എംഫസൈസ് ചെയ്യുകയുണ്ടായി. ഞങ്ങളാണ് ഈ വെടിനിർത്തലിന് കാരണക്കാരൻ, അല്ലെങ്കിൽ ഈ സംഘർഷം അയവ് വരുത്താനുള്ള കാരണക്കാരൻ എന്ന് എംഫസൈസ് ചെയ്യുകയുണ്ടായി. പക്ഷേ അതിനെ ഓരോ തവണയും ഇന്ത്യ തിരിച്ച് മറുപടി നൽകി. അങ്ങനെയല്ല, പാകിസ്ഥാനും ഇന്ത്യൻ ആർമിയും പാകിസ്ഥാൻ ആർമിയും തമ്മിൽ നടന്ന ഡിസ്കഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വെടിനിർത്തൽ നടത്തിയത് എന്ന് മാത്രമല്ല, നമ്മൾ അയച്ച 7 അംഗ വിദേശ സംഘത്തിൻ്റെയും ദൗത്യങ്ങളിൽ ഒന്ന് നമ്മൾ ആരുടെയും മീഡിയേഷൻ പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് അമേരിക്കയിലേക്കും ലാറ്റിൻ അമേരിക്കയിലേക്കൊക്കെ പോയ നമ്മുടെ തരൂരിൻ്റെ സംഘം ഇത് വളരെ വ്യക്തമായിട്ട് പറയുകയും അമേരിക്കയിൽ ചെന്ന് തന്നെ ഇത് ട്രംപിൻ്റെ മുറ്റത്ത് വെച്ച് നമ്മുടെ ശശി തരൂർ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. ഇതെല്ലാം അമേരിക്കയെ വളരെയധികം കോപിപ്പിച്ചിരിക്കും. അതിനേക്കാൾ പ്രധാനം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താല്പര്യം ചാടിക്കളിയടാ കൊച്ചുരാമ എന്ന് പറയുമ്പോൾ ചാടുന്ന ഒരു രാഷ്ട്രത്തിനെയാണ്. അവരുടെ ചൊൽപ്പടിയിൽ നിൽക്കുകയും അവർ പറയുന്ന വിഡിത്തങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രത്തിനെ അവർ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. അവിടെയുള്ള നേതാക്കളെ അവർ എൻകറേജ് ചെയ്യുകയുള്ളൂ. അവിടെയുള്ള നേതാക്കൾക്ക് അവരെന്തെങ്കിലും ആനുകൂല്യങ്ങൾ നൽകുകയുമുള്ളൂ. അവർ പ്രതീക്ഷിച്ചത് നരേന്ദ്രമോദിയെ ഒന്ന് പൊക്കിക്കഴിഞ്ഞാൽ ഹീ ഈസ് എ ഫാന്റാസ്റ്റിക് പേഴ്സൺ, ഹീ ഈസ് എ ഗ്രേറ്റ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി എല്ലാം മറന്ന് ഇന്ത്യയെ അമേരിക്കയ്ക്ക് മുമ്പിൽ അടിയറ വയ്ക്കുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷെ അത് നടന്നില്ല എന്ന് മാത്രമല്ല, സ്റ്റേണായിട്ട് എവിടെയൊക്കെ സംസാരിക്കേണ്ടി വന്നോ, അമേരിക്കയ്ക്കെതിരെ സംസാരിക്കേണ്ടി വന്നോ, അല്ലെങ്കിൽ പാകിസ്ഥാനോട് അവരുടെ നിലപാടുകളോട് ശക്തമായ നടപടിയെടുക്കേണ്ടി വന്നു, അവിടെയൊക്കെ ഉറച്ചു നിന്ന ഒരു നരേന്ദ്രമോദിയെ അത്രയൊന്നും അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടെ നമ്മൾ അമേരിക്കയുടെ സത്യം പറഞ്ഞ ഒരു ജന്മിത്ത സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ കാലത്തും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പണ്ടൊക്കെ ആണെങ്കിൽ ഇന്ത്യ എന്തുണ്ടായാലും നേരെ അമേരിക്കയ്ക്ക് ഓടുമായിരുന്നു ഈ ഒരു വിഷയം പരിഹരിക്കാൻ വേണ്ടി. പക്ഷെ അതിനൊരു മാറ്റം പെട്ടെന്നുണ്ടാകുന്നു. അത് എനിക്ക് തോന്നുന്നു അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് ട്രംപിനടക്കം അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. നേരത്തെ പറയുക പോലെ തന്നെ ഒരു നമ്മൾക്ക് കീഴിൽ നമ്മൾ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ കൊണ്ടുവരിക, അടിസ്ഥാനത്തിൽ കൊണ്ടുവരിക എന്നുള്ള രീതി അവർ കൊണ്ടുവരുന്നു. അവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ റഷ്യ പോലുള്ളവരെ മാതൃകയാക്കേണ്ടത്. ഒരിക്കലും ഇന്ത്യക്ക് മേൽ അവർ ഇന്ത്യക്ക് അതീതരായി സംസാരിച്ചിട്ടില്ല. ഒരു മുന്നറിയിപ്പ് ഈ ഒരു സംഭവം വന്നിട്ട് പോലും പുടിൻ അടക്കമുള്ളവർ ഇതിനകത്ത് ഇന്ത്യക്ക് ഇവിടെ ഇവിടെ എന്താ പറയുക വടിയെടുത്ത് നിർത്തുന്ന ഒരു സമീപനം അല്ലെങ്കിൽ ഒരു ജന്മിത്ത സ്വഭാവം ഒന്നുകൂടെ കാണിച്ചിട്ടില്ല. അതിലെ സത്യം പറഞ്ഞാൽ നമ്മൾ മാതൃകയാക്കേണ്ടത്. അമേരിക്ക നമ്മുടെ ശത്രു ആവുകയും അതേപോലെ തന്നെ റഷ്യ അടക്കമുള്ള മാതൃകാപരമായിട്ടുള്ള രീതിയിലൂടെ നമ്മളെ വിസ്മയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം കൂടെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും യുദ്ധത്തിൽ നമുക്കത് വ്യക്തമായല്ലോ. അമേരിക്കയുടെ സ്റ്റാൻഡ് പലപ്പോഴും ഇന്ത്യയോടൊപ്പം എന്ന് തോന്നിപ്പിക്കുകയും എന്നാൽ പാകിസ്ഥാൻ അനുകൂലമായി കാര്യങ്ങൾ അവർ നീക്കുകയും ചെയ്തതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയോട് പ്രകടമായിട്ടൊരു എതിർപ്പ് അമേരിക്കയ്ക്കുണ്ട് എന്നുള്ളത് ബോധ്യമാവുകയാണ്
നമ്മൾ നമുക്ക് മുന്നിൽ ചെയ്തിട്ടുള്ളത്. ഇതിന് പ്രധാന കാരണം ഇന്ത്യ ഒരു ഗ്രോയിങ് പവറാണ് എന്നുള്ളത് അമേരിക്ക തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മളെക്കാൾ പിടികിട്ടാത്തതോ അല്ലെങ്കിൽ നമുക്ക് പിടികിട്ടാത്ത ഒരു ശക്തിയായി ഏഷ്യയിൽ നിൽക്കുമോ? അങ്ങനെ ചൈന അങ്ങനെ നിൽക്കുന്നു, റഷ്യ അതുപോലെ തന്നെ പൂർണ്ണമായും ഏഷ്യറ്റിക് അല്ലെങ്കിലും ഏഷ്യ യൂറോപ്യൻ കൺട്രി എന്ന പോലെ നിൽക്കുന്ന റഷ്യ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇന്ത്യയും ഒരു വലിയ പവറായിട്ട് എല്ലാം നമ്മൾ പറയുന്നത് കേൾക്കാതെ നിന്നാൽ ഒരു പ്രശ്നമല്ലേ എന്നൊരു ചിന്തയുണ്ട്. പിന്നെ പാകിസ്ഥാനെ പോലുള്ളൊരു കൊച്ചു രാജ്യം ഇവിടെ അതിനൊരു ഒരു താവളം പോലെ കിട്ടിയാൽ അവരെ സംബന്ധിച്ചിടത്തോളം ചൈനയെ വരട്ടാനും ഇന്ത്യയെ വരട്ടാനും ഏഷ്യയിലെ മറ്റ് രാഷ്ട്രങ്ങളിൽ ഒരു കൺട്രോൾ ഒപ്പിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സ്ട്രാറ്റജിക് ജിയോ പൊളിറ്റിക്കൽ പാർട്ണർ കൂടെയാണ്. പിന്നെ അമേരിക്ക വിചാരിക്കുന്നത് പോലെ തന്നെ അസീം മുനീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനും പാകിസ്ഥാൻ ഫസ്റ്റ് എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. പിന്നെ ട്രംപിൻ്റെ 79ാമത്തെ ബർത്ത്ഡേക്കാണ് പോകുന്നത്. ഇദ്ദേഹത്തിന് 57ാമത്തെ ബർത്ത്ഡേ ആകുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ ചെറുപ്പമാണ് ഇദ്ദേഹത്തിന്. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ ആംബിഷൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റായിട്ട് മാറുക എന്നുള്ളതാണ്. ഈ യുദ്ധം തന്നെ അതിനു വേണ്ടിയിട്ടാണ് അസീം മുനീർ സംഘടിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഈ യുദ്ധത്തിൽ ഇന്ത്യക്ക് മാരകമായ പരിക്കേൽപ്പിക്കാൻ കഴിയുകയും അങ്ങനെ ഒരു ഹീറോ ആയിക്കൊണ്ട് പാകിസ്ഥാനിലെ ഭരണം തൻ്റെ കൈക്കലാക്കുക എന്നുള്ളത് തന്നെയാണ്. അത് നടന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വിഷമം. അദ്ദേഹത്തിൻ്റെ പോളിസിയും അതുപോലെ തന്നെയാണ്. എല്ലാം ദീർഘനാളത്തേക്കുള്ള പോളിസികളാണ്. പാകിസ്ഥാനെ ഒരു ഇസ്ലാമിക് രാഷ്ട്രമാക്കി നിലനിർത്തുന്നത് മാത്രമല്ല ഒരു ജിഹാദിക് രാഷ്ട്രമാക്കി നിലനിർത്തണമെന്നും അതിനു വേണ്ട കരുക്കൾ നീക്കണമെന്നും അതിന് ആഗോളതലത്തിൽ എന്തൊക്കെ ചെയ്യാമെന്നും അതിന് മുസ്ലിം രാഷ്ട്രങ്ങളുടെ അടക്കം പിന്തുണ എങ്ങനെ നേടാമെന്നും ചൈനയെ എങ്ങനെ അതിന് വരുതിയിലാക്കി നിർത്താമെന്നും ഒക്കെ അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അസീം മുനീറിൻ്റെ പ്രധാന പ്ലാൻ എന്ന് പറയുന്നത് ചൈനയെയും US-നെയും പാകിസ്ഥാനിലേക്ക് കൂടുതൽ അടുത്ത് നിർത്തുക എന്നുള്ളതാണ്. അമേരിക്കയ്ക്ക് വേറൊരു ലക്ഷ്യം കൂടുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാൻ ഇപ്പോൾ അത്ര സുഖത്തിലല്ല അവരുമായിട്ട്. അഫ്ഗാനിൽ നിന്ന് അവർ വിട്ടുപോയെങ്കിൽ അവർക്ക് ഇപ്പോഴും പല മുറിവുകളും അത് സംബന്ധിച്ചുണ്ട്. അവർക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട്. അപ്പോൾ അഫ്ഗാനിലും ഒരു കണ്ണ് വയ്ക്കാൻ പാകിസ്ഥാൻ നല്ലതാണ്. കാരണം പാകിസ്ഥാൻ ഇപ്പം അഫ്ഗാനിസ്ഥാനോടും ഒരു അൺഫ്രണ്ട്ലി നേച്ചറാണ് കാണിക്കുന്നത്. അപ്പോൾ അതും US-നൊരു അനുകൂല ഘടകമാണ്. ഇങ്ങനെ പല ഘടകങ്ങൾ വെച്ചിട്ടാണ് ഈ ക്ഷണക്കത്ത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഭൂലോക റൗഡിസ സ്വഭാവങ്ങൾ എല്ലാ കാലത്തും അവർ കാണിക്കാറുണ്ട്. അതിനൊക്കെ ഇന്ത്യ പ്രതികരിക്കാൻ നിന്നാൽ നമുക്കതിന് സമയം കിട്ടുള്ളൂ. മാത്രമല്ല നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പിന്നെ ബഹളം കാണിക്കാനുള്ള താല്പര്യവും ഇല്ല എന്നുള്ളത് ഇന്ത്യയുടെ നയത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്നാൽ ചില കാര്യങ്ങളിൽ അവരുമായിട്ട് സഹകരിക്കുന്നുണ്ട്. സ്ക്വാഡ് നമ്മുടെ ഒരു ടീമിൽ അവർക്ക് പ്രാധാന്യമുണ്ട്. എന്നാൽ അതുപോലെ തന്നെ മറ്റ് പല ഓർഗനൈസേഷനിലും അവർക്ക് പ്രാധാന്യമില്ലാതെയും ഉണ്ട്. ഇപ്പോൾ ബ്രിക് കൺട്രീസിൻ്റെ ഇതിലാണെങ്കിൽ അമേരിക്കയ്ക്ക് ഒരു റോളും ഇല്ല. ബ്രിക് കൺട്രീസ് പ്രത്യേക കോയിനും മറ്റു കാര്യങ്ങളും കൊണ്ടുവരികയും കറൻസി കോമൺ കറൻസിക്കായിട്ട് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത് അമേരിക്കയ്ക്ക് വളരെയധികം ദേഷ്യം വരുന്നൊരു കാര്യമാണ്. അപ്പം അത് അമേരിക്കയും സൂക്ഷിച്ചാണ് നീങ്ങുന്നത്. ഇന്ത്യയും അതുപോലെ തന്നെ സൂക്ഷിച്ചാണ് നീങ്ങുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഒരു തൊട്ടില്ല എന്നുള്ള അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ ഉണ്ട് ഇല്ല എന്നുള്ളൊരു ബന്ധമാണ് ഇപ്പോൾ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നിലനിർത്തുന്നതെന്ന് രണ്ടു കൂട്ടർക്കും പരസ്പരം അറിയാമെന്നുള്ളതാണ് ഒരു സത്യം. ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ വിഷയത്തിലടക്കം അമേരിക്ക ഇടപെടാൻ പോയി. അവിടെ ഇസ്രായേലിൻ്റെ ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് കടുത്തൊരു ആരോപണം വരുന്നു. ഒരു ഇപ്പം തകർത്ത് കളയും, വ്യോമത്താവളങ്ങൾ തകർത്ത് കളയുന്ന ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഭീഷണി വരുന്നു. അങ്ങനെ അമേരിക്ക ആഗോളതലത്തിൽ അത്ര എന്താ പറയുക ഒരു പൂച്ചയായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ എല്ലാ രാജ്യങ്ങളും എടുത്തിട്ട് ഇപ്പോൾ കുടയുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഇപ്പം റഷ്യ ആയാലും അതുപോലെ മറ്റേ ഈ യുക്രൈൻ വിഷയത്തിലായാലും മറ്റു വിഷയങ്ങളിലായാലും തന്നെ അമേരിക്കയ്ക്ക് ഒരു റോളില്ലാത്ത കാര്യത്തിലേക്ക് അത് പോകുന്നുണ്ട്. അമേരിക്ക ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഇപ്പോൾ കടന്നു പോകുമ്പോഴത്തേക്കും തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവരുടെ പവറൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അത് അംഗീകരിച്ച് കൃത്യമായി ഇടപെടൽ നടത്താൻ ട്രംപിന് പറ്റുന്നില്ല എന്നൊരു പ്രശ്നം കൂടി ഇതിനകത്ത് വരുന്നില്ല. തീർച്ചയായിട്ടും അവരുടെ പ്രശ്നമെന്ന് പറയുന്നത് അവർക്ക് പവറുണ്ട്, പക്ഷേ ആ പവർ അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അവരുടെ തന്ത്രമില്ലാത്ത നയങ്ങളാണ്. നയതന്ത്രമല്ല, ഇപ്പോൾ അവർ തന്ത്രമില്ലാത്ത നയങ്ങളാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തന്ത്രമില്ലാത്ത നയങ്ങളുടെ ഭാഗമായിട്ട് അവർ ലോകത്തെ മൊത്തത്തിൽ വെറുപ്പിച്ചു കഴിഞ്ഞു. അവരുടെ ടാരിഫ് പോളിസി ആയാലും അവരുടെ ഒരു അഗ്രസീവ് നേച്ചർ ഓഫ്
കോൺക്വറിങ് എ പ്ലേസ്, ഒരു രാജ്യത്തിനെ മൊത്തത്തിൽ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന രീതി, അത് ഇറാനെ ആയാലും മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളെ ആയാലും നമ്മുടെ ഇന്ത്യയെ ആണെങ്കിൽ പോലും ഒക്കെ അവരുടെ രീതി എന്ന് പറയുന്നത് ഞങ്ങളുടെ വരുതിക്കകത്ത് നിങ്ങൾ നിൽക്കണം എന്നുള്ളതാണ്. അത് ചെറുതോ വലുതോ എന്നുള്ള പ്രശ്നമല്ല. ഞങ്ങളുടെ വരുതിക്കകത്ത് നിന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ആ വിധത്തിൽ ഉൾക്കൊള്ളില്ല, നിങ്ങളുമായിട്ട് ആ വിധത്തിൽ സഹകരിക്കില്ല എന്ന പോളിസിയാണ് അമേരിക്കയ്ക്ക് എക്കാലവും ഉള്ളത്. പക്ഷേ ഇപ്പോൾ ട്രംപിൻ്റെ നയമില്ലാത്ത തന്ത്രങ്ങൾ നയതന്ത്രങ്ങളായി അദ്ദേഹം നടപ്പിലാക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം വലിയ പ്രതിസന്ധിയിൽ അമേരിക്കയെ കൂടെ കൊണ്ടെത്തിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന് അമേരിക്ക കൊടുക്കുന്ന സപ്പോർട്ട് നമുക്ക് വളരെ ഭീഷണി തന്നെയാണ്. കാരണം ചൈനയും സപ്പോർട്ട് ചെയ്യുന്നു, പാകിസ്ഥാനും സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് നമുക്ക് നിസ്സാര കാര്യമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സുരക്ഷിതത്വ ഭീഷണി തന്നെയാണ്. അത് നേരിടാനുള്ള ഒരു മാർഗം ഇന്ത്യ സ്ട്രാറ്റജി കണ്ടെത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെ വരുന്ന ദിവസങ്ങളിൽ അതിനുള്ള പ്ലാനിങ് നടത്തും. അത് ഏത് വിധത്തിലാണെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കും. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ, അതായത് ഈ പാകിസ്ഥാനുമായിട്ടുള്ളൊരു അടുപ്പം ഈ അമേരിക്കയിലെ ജനങ്ങൾക്ക് പക്ഷേ വലിയ എതിർപ്പുണ്ടാവും എന്ന് തോന്നുന്നു. കാരണം ഏറ്റവും കൂടുതൽ ഇരകളായിട്ടുള്ളവരും ഈ ഒരു വിഷയം തന്നെ എപ്പോഴൊക്കെ സൗഹൃദമായിട്ട് നിന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ പാകിസ്ഥാന്റെ അല്ലെങ്കിൽ ഭീകരവാദത്തിന്റെ ഏറ്റവും കൂടുതൽ ചൂടിറങ്ങിയിട്ടുള്ളതും അമേരിക്കയാണ്. അപ്പോൾ ഈ രീതിയിൽ വീണ്ടും അടുക്കുന്നത് അവിടുത്തെ ജനരോഷം ഉയരാൻ കാരണമായേക്കും. അതുപോലെ തന്നെ ട്രംപിന്റെ തന്നെ ഒരു കസേരയ്ക്ക് ഇളക്കം സൃഷ്ടിക്കുന്ന ഒരു കാരണമാവില്ലേ അത്? ട്രംപ് ഇപ്പോൾ അതൊന്നും ചിന്തിക്കുന്നില്ല. ട്രംപ് അമേരിക്കൻ ജനതയുടെ വെറുപ്പ് മാക്സിമം പിടിച്ചു പറ്റിക്കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഇലക്ഷൻ നടത്തുകയാണെങ്കിൽ ട്രംപ് തീർച്ചയായിട്ടും അമ്പേ പരാജയപ്പെടും. അത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അമേരിക്കൻ ജനതയുടെ മനസ്സാക്ഷി അല്പം പോലും ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അവർ പൂർണ്ണമായും ഒരു അകൽച്ചയിൽ വന്ന പോലെയാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ കൊണ്ട് മനസ്സിലാകുന്നത്. അവർ മാത്രമല്ല, ഫെഡറൽ സംവിധാനത്തെ തന്നെ അദ്ദേഹം വെറുപ്പിച്ചു കളഞ്ഞു. പല ഗവർണർമാരും അദ്ദേഹത്തിനോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന അവസ്ഥ. സാധാരണഗതിയിൽ അങ്ങനെ സംസാരിക്കാറില്ല ഒരു പ്രസിഡന്റിനോട് അമേരിക്കയിൽ. അമേരിക്കൻ പ്രസിഡന്റിനെ അമേരിക്കൻ ജനതയും അമേരിക്കൻ കോടതികളും അമേരിക്കൻ ഫെഡറൽ സംവിധാനവും വളരെ റെസ്പെക്റ്റോടുകൂടി, ഗവർണർമാരൊക്കെ റെസ്പെക്റ്റോടുകൂടി മാത്രമാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിന് ഈ വന്നിരിക്കുന്ന ചേഞ്ചുകൾ അമേരിക്കൻ ജനതയ്ക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. ആ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ട്. പക്ഷേ എന്ത് പറഞ്ഞാലും അമേരിക്കയിൽ ഒരു പ്രസിഡന്റിന് 4 വർഷത്തേക്ക് സുഗമമായിട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ഒരു ഗതികേട്. അതിനിടയ്ക്ക് അദ്ദേഹത്തിനെ അവിടെ നിന്ന് ഇറക്കുക എന്ന് പറയുന്നത് വളരെ ക്ലേശകരമായൊരു കാര്യമാണ്, അസാധ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അത്രയ്ക്ക് ഭവിഷ്യത്തുള്ള ഇംപീച്ച്മെന്റ് നടപടിയപ്പോൾ ഉണ്ടാവില്ല. ഏതാ ഇംപീച്ച്മെന്റ് അല്ല, അത്തരം ഒരു നടപടിക്ക് വലിയ പാടാണ്. ഇന്ത്യയിൽ പോലും പാടാണ്, അതിനേക്കാൾ പാടാണ് അമേരിക്ക. നമുക്ക് ഒരു പ്രസിഡന്റിനെയൊക്കെ ഇംപീച്ച് ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അവിടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പവർ സെൻറ്റർ ഓഫ് അമേരിക്ക എന്നാണ്. ആ അമേരിക്കയുടെ മുഴുവൻ ലോകത്തെ ഏറ്റവും വലിയ സേനയാണ്, ഏറ്റവും വലിയ ആർമിയാണ്. അതിൻ്റെയൊക്കെ തലവനായിട്ട് ലോകത്തിൻ്റെ തലവനായിട്ട് പോലും നിൽക്കുന്ന ഒരു പവർഫുൾ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള പോയിൻ്റാണ് ഇപ്പോൾ ട്രംപ് ഇരിക്കുന്ന US പ്രസിഡന്റ് സ്ഥാനം എന്ന് പറയുന്നത്. അതിന് ഇളക്കാൻ പെട്ടെന്ന് തട്ടില്ല. അങ്ങനെ തട്ടിച്ചാൽ അത് രാഷ്ട്രത്തിന് ദോഷമാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ആ ഭരണഘടന അങ്ങനെയാണ് ഒരു ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ഇളക്കം സംഭവിക്കില്ല. അദ്ദേഹം എന്ത് ചെയ്താലും ഈ 4 വർഷം അവർ സഹിക്കേണ്ടതായിട്ട് വരും. അതുതന്നെയാണ് അവിടുത്തെ ജനങ്ങളും അവിടുത്തെ പിന്നെ ഉദ്യോഗസ്ഥ വൃന്ദവും ഒക്കെ ഇപ്പോൾ മർമർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മർമറിങ് തോട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ട്രംപിന് എഗൻസ്റ്റ് ആയിട്ടെന്ന് വേണമെങ്കിൽ പറയാം. വളരെയധികം